ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. കേരളത്തിൽ എത്തിച്ച ശേഷമാകും പോസ്റ്റ്മോർട്ടം. അതുല്യയുടെ ഭർത്താവ് സതീഷിന്റെ പാസ്പോർട്ട് ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗം ഇന്ന് ചേരും. സതീഷിന്റെ വാദങ്ങൾ തെറ്റെന്നും അന്വേഷണം പൂർത്തിയാകുമ്പോൾ നിജസ്ഥിതി പുറത്തുവരുമെന്നും അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള 24-നോട് പറഞ്ഞു. സതീഷ് പറയുന്നതിനെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റത്തില്ല. കാരണം അവനിങ്ങനെ മാറ്റി എപ്പോഴും പറയുന്നില്ലേ ഓരോ കാര്യങ്ങളും. കുറ്റം ചെയ്തില്ലെന്ന് പറയും, മർദ്ദിച്ചില്ലെന്ന് പറയും. എന്ത് തന്നെ ആയാലും അവിടെ അത് അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടല്ലോ. അവിടുത്തെ അന്വേഷണങ്ങൾ പരിപൂർണ്ണമാകുമ്പോൾ ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്തായാലും പുറത്തു വരിക തന്നെ ചെയ്യുമല്ലോ. ഒരുപാട് താങ്ങാൻ പറ്റാത്ത ഉപദ്രവം കിട്ടുമ്പോൾ ചിലപ്പോൾ തിരിച്ചൊന്ന് പ്രതികരിക്കുന്നത് ആരായാലും ജീവനുള്ള ഏതൊരു വസ്തുവും അങ്ങനെ പ്രതികരിക്കത്തില്ല. പ്രതിരോധം ഉണ്ടാവത്തില്ല. ഏതൊരു ജീവനുള്ള വസ്തുവിനെ നമ്മൾ ഉപദ്രവിച്ചാൽ അതിന് ഒരു റിയാക്ഷൻ വരത്തില്ലേ? അത് അങ്ങനെ കൂട്ടിയാൽ മതി. സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി. സുജിത്ത്, ഇതിലിപ്പോൾ ഇന്നലെയാണ് സതീഷിന്റെ ഭാഗത്തുനിന്ന് ചില ന്യായീകരണങ്ങൾ 24-ന് മുന്നിലാണ് അദ്ദേഹം നിരത്തിയത്. തന്നെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ളടക്കം ചില കുറ്റങ്ങളും അതുല്യയ്ക്ക് മേൽ അയാൾ ചാർത്തുന്നുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ സത്യം പുറത്തു വരേണ്ടതുണ്ട്. അതിലുള്ള പിതാവിൻ്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്? അതിൻ്റെ നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? പോസ്റ്റ്മോർട്ടം എന്നുള്ളത് അത് എപ്പോഴാകും? മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നത്? മരണകാരണം എന്തോ എന്നത് പുറത്തു വരേണ്ടതുണ്ടല്ലോ. തീർച്ചയായും അനുജ, ഈ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസം പുലർത്തുകയാണ് അതുല്യയുടെ ബന്ധുക്കൾ. കാരണം കൃത്യമായ അന്വേഷണമാണ് നടത്തുന്നത്. ഒപ്പം തന്നെ പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ വിശദമായ അന്വേഷണം നടത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊലപാതക കുറ്റം ചുമത്തി കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇന്നലെ കഴിഞ്ഞ ദിവസം പോലീസ് വീട്ടുകാരോട് ഇതുമായി സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമായിരുന്നു ഒരു പോസ്റ്റ്മോർട്ടം ആവശ്യമാണോ എന്നുള്ള കാര്യം. അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള പറയുന്നത് അക്കാര്യത്തിൽ തങ്ങൾ അനുമതി പോലീസിന് നൽകുകയുമായിരുന്നു. ഇത് വേണം എന്ന് ഇവർ ആ ആവശ്യത്തെ പിന്താങ്ങുകയുമായിരുന്നു. അത് ഈ പോസ്റ്റ്മോർട്ടം നടത്തി മകളുടെ കൃത്യമായ മരണകാരണം വ്യക്തമാക്കണമെന്നുള്ളതാണ് വീട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാരണം മറ്റൊരു കാര്യം, സതീഷ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ കട്ടിൽ 3 ആളുകളെങ്കിലും തള്ളിയാൽ മാത്രമേ ഈ കട്ടിൽ മുന്നോട്ട് നീങ്ങൂ. അത്തരത്തിൽ ഒറ്റയ്ക്ക് അതുല്യയ്ക്ക് അങ്ങനെ ഹാങ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് വീട്ടുകാരും പറയുന്നത്. അത് വിശ്വാസത്തിലെടുക്കാനാകില്ല. ഈ സതീഷ് മുന്നോട്ട് വെക്കുന്ന ന്യായവാദങ്ങൾ ഒന്നും തന്നെ വിശ്വസിക്കാനാകുന്നതല്ല. അതൊന്നും തന്നെ കണക്കിലെടുക്കരുത് എന്ന് തന്നെയാണ് രാജശേഖരൻ പിള്ള വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള പോലീസിന്റെ അന്വേഷണ സംഘം പ്രത്യേക യോഗം ചേരുന്നുണ്ട്. കൂടാതെ തന്നെ ഈ അതുല്യയുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്നും വീട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അതുല്യയുടെ പാസ്പോർട്ട് ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സതീഷിനെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളും കേരള പോലീസ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ സതീഷിന് സ്വന്തം മകളോട് പോലും സ്നേഹമില്ലായിരുന്നു എന്നാണ് അച്ഛൻ പറയുന്നത്. സതീഷിനെ മകൾ മർദ്ദിച്ചിരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ മുന്നോട്ട് സതീഷ് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ തെറ്റാണ്. പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാകാം ഒരുപക്ഷെ ഇത്തരത്തിൽ സംഭവിച്ചത്. സതീഷിനെ മർദ്ദിക്കേണ്ട ഒരു സാഹചര്യം മകൾക്കില്ല. സതീഷ് ഈ ജൂലൈയിൽ വരുമ്പോൾ, ഈ നാട്ടിലേക്ക് വരുമ്പോൾ ബന്ധം വേർപെടുത്താനുള്ള തീരുമാനങ്ങളുമായി വീട്ടുകാർ മുന്നോട്ട് പോവുകയായിരുന്നു. എന്തുതന്നെയായാലും തങ്ങളുടെ മകൾക്ക് നീതി ലഭിക്കണം. സഹോദരി അഖിലയും ഭർത്താവും വിദേശത്ത് ഷാർജയിലുണ്ട്. അവർ അവിടുത്തെ കേസിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും അച്ഛൻ വ്യക്തമാക്കുകയാണ്. അനുജ.